കൊല്ലത്ത് ഇന്നലെയാണ് അച്ഛനെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടപ്പാക്കട അക്ഷയ നഗറിൽ ശ്രീനിവാസപിള്ള, മകൻ വിഷ്ണു ശ്രീനിവാസപിള്ള എന്നിവരാണ് മരിച്ചത്. മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. രണ്ട് മൃതദേഹങ്ങൾക്കും ദിവസങ്ങളുടെ പഴക്കമുണ്ട്. അച്ഛനും മകനും മാത്രമാണ് അക്ഷയ നഗറിലുള്ള വീട്ടിൽ താമസിച്ചിരുന്നത്. ഇരുവരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. അഭിഭാഷകനായ ശ്രീനിവാസപിള്ള മകനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം സമീപത്തുള്ള മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു. ശ്രീനിവാസപിള്ളയുടെ മകളും ഭാര്യയും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഫോൺ വിളിച്ചിട്ട് അച്ഛനെയും മകനെയും ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഭാര്യയും മകളും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു. പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് മകനെ രക്തം വാർന്ന നിലയിലും ശ്രീനിവാസപിള്ളയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. വിഷ്ണുവിന് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.